അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വരുമ്പോൾ റസൂലുള്ളാഹിക്ക് ആദ്യം നേരിട്ടത് എന്താ? വലിയ പരിഹാസങ്ങള്, അടി, കുത്ത്, ആട്ടി ഓടിക്കല്, അപമാനിതനാകല്, അതിലൊക്കെ അള്ളാന്റെ റസൂല് പൂർണ്ണമായി തൃപ്തനാണ്. നമ്മളെ കുമാരനാശാൻ പറയണല്ലോ, ഹാ മൃതപാദം പൊടിമൺ പുരണ്ടു, പിതാവിനെ കണ്ടതിവമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു, തണ്ണീർ കുടം കൊണ്ട് അയലാണ്ട പുത്രി എന്നൊക്കെ പറഞ്ഞൊരു ബൈത്തുണ്ട് മൂപ്പര. ആരെ? കുമാരനാശാന്റെ വരികളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബാലയത്തിന്റെ ചാരത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂലുള്ളാഹിന്റെ തോളിൽ ഇട്ടു. റസൂലുള്ളാഹിക്ക് സുജൂദിൽ നിന്ന് പൊന്താൻ കഴിയണില്ല, ഉയരാൻ അതിന്റെ ഭാരം കാരണമായിട്ട് പൊന്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാഹിക്ക് സഹിച്ചു. പക്ഷെ അപ്പോഴൊന്നും അള്ളാഹിന്റെ റസൂല് എനിക്കിതിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്തോ അള്ളാഹു താല കണക്കാക്കിയത് 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും കുറച്ച് സ്വഹാബികളും ഒരു മലഞ്ചെരുവില് കാട്ടിലെ പഴങ്ങളും ഇലകളും അവിടുത്തെ വെള്ളങ്ങളും മാത്രം കഴിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട് 3 വർഷത്തോളം. എല്ലാവരും റസൂലുള്ളാഹിനെ ഒഴിവാക്കി. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി അവരോധിച്ചപ്പോ മക്ക മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അധികാരം വേണോ? ഞങ്ങൾ തരാം. അല്ല, ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അത് തരാം. അപ്പൊ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? തൊട്ടടുത്തുള്ളതായ പർവ്വതത്തിലേക്ക് ചൂണ്ടി അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ആ പർവ്വതത്തിന് നോക്കി അത് നീ സ്വർണമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഴിവ് പ്രകാരം അത് സ്വർണമാവും. അതുകൊണ്ട് എനിക്കെന്ത് വേണ്ട, അതിന്റെ ആവശ്യമല്ല.